Hello everyone. So today we'll be looking at 6 idioms and phrases, and let's move ahead. The first one is a lame duck. A lame duck means an unsuccessful or ineffectual person or thing. ഒരു അൺസക്സസ്ഫുള്ളോ അല്ലെങ്കിൽ ഇൻഎഫക്ച്വൽ ആയിട്ടുള്ള ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒരു പേഴ്സണെയാണ് നമ്മൾ ലേം ഡക്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ ലേം ഡക്ക് മാനേജർ ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ലേം ഡക്ക് ആയിട്ടുള്ള ഒരു മാനേജർ, ഒരു അൺസക്സസ്ഫുൾ അല്ലെങ്കിൽ ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനേജർ. അയാൾക്ക് ഒരു കാര്യത്തിലും ഒന്നും ചെയ്യാൻ ഒരു പ്രോപ്പർ എന്താ പറയുക ഐഡിയ ഇല്ലാത്തൊരു പേഴ്സൺ, അതാണ് ഒരു ലേം ഡക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഇഡിയമാണ് എ ലെമൺ. എന്താണ് ലെമൺ എന്ന് വെച്ചാൽ, എ ലെമൺ മീൻസ് എ വർത്ത്ലെസ് ഐറ്റം, വെഹിക്കിൾ ദാറ്റ് ഇസ് ഡിഫക്റ്റീവ്. എക്സാമ്പിൾ, ദ സെൽഫി സ്റ്റിക്ക് ദാറ്റ് ഐ ബോട്ട് ഓൺലൈൻ ഈസ് എ ലെമൺ. അത് ഡിഫക്റ്റീവാണ്, അത് വർക്ക് ചെയ്യത്തില്ല. നമ്മളിപ്പോൾ കാറ് വാങ്ങി, മേ ബി ക്യാൻ സേ ദാറ്റ് ദ കാർ ദാറ്റ് ഐ ബോട്ട് ലാസ്റ്റ് ഇയർ ഈസ് എ ലെമൺ, ലൈക്ക് ഇറ്റ് കീപ്സ് ഓൺ ഹാവിങ് ട്രബിൾ. അപ്പോൾ അതാണ് ലെമൺ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയി പോവുക, കാറിൻ്റെ കേസിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഡൗൺ ആവുക, അല്ലെങ്കിൽ പല റിപ്പയറും കാര്യങ്ങളിലൊക്കെ പോവുക. അപ്പോൾ അങ്ങനെ വരുന്നതിനാണ് നമ്മൾ എ ലെമൺ എന്ന് പറയുന്നത്. യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ എ ഗാഡ്ജറ്റ് ഓർ എ വെഹിക്കിൾ. നെക്സ്റ്റ് ഇഡിയമാണ് എ സ്റ്റോൺസ് ത്രോ. എ സ്റ്റോൺസ് ത്രോ എന്ന് വെച്ചാൽ എ ഷോർട്ട് ഡിസ്റ്റൻസ് എന്നാണ് എ സ്റ്റോൺസ് ത്രോയുടെ മീനിങ്. എക്സാമ്പിൾ, ദി എയർപോർട്ട് ഈസ് എ സ്റ്റോൺസ് ത്രോ ഫ്രം മൈ ഓഫീസ്. എൻ്റെ ഓഫീസിൽ നിന്ന് എയർപോർട്ടിലേക്ക് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. നെക്സ്റ്റ് ഇഡിയം എ പ്ലം ജോബ്. എ പ്ലം ജോബ് എന്ന് വെച്ചാൽ എന്താണ്? എ ഹൈലി ഡിസയറബിൾ ആൻഡ് സോട്ട് ആഫ്റ്റർ ജോബ് വിത്ത് ഗുഡ് സാലറി ആൻഡ് കംഫർട്ട്. നമുക്ക് നല്ല സാലറിയും കംഫർട്ടും തരുന്ന ഒരു ജോബിനാണ് നമ്മൾ എ പ്ലം ജോബ് എന്ന് പറയുന്നത്. ഇമാജിൻ ലൈക്ക് എ പ്ലം കേക്ക്. ഓക്കെ, ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് മാതിരി ഇമാജിൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇറ്റ്സ് കംഫർട്ടിങ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എ പ്ലം ജോബിനെ കാണുക. ലൈക്ക് ഒബ്വിയസ്ലി ഒരു പ്ലം എന്ന് വെച്ചാൽ ഭയങ്കര നല്ല ഒരു പ്ലം ഷേപ്പിലിരിക്കുന്ന ഒരു ബേബി, അല്ലെങ്കിൽ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പിക്ചർ നിങ്ങളുടെ ഇമാജിനിലേക്ക് വരും. ഡയറക്ടർ ഓഫ് എഞ്ചിനീയറിംഗ് ഇറ്റ്സ് എ പ്ലം ജോബ്. അപ്പോൾ ഒരു ഡയറക്ടർ ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു പ്ലം ജോബാണ്. പൊതുവെ എല്ലാവരും സോട്ട് ആഫ്റ്റർ ചെയ്യുന്ന ഒരു ജോബാണ്, ആൻഡ് ഇറ്റ്സ് എ പ്ലം ജോബ്. ലൈക്ക് ഇറ്റ്സ് ഗോട്ട് എ ഗുഡ് സാലറി, ഇറ്റ് ഓഫേഴ്സ് എ ഗുഡ് സാലറി പ്ലസ് കംഫർട്ട് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലം ജോബ് എന്ന് വിളിക്കാം. നെക്സ്റ്റ് ഇഡിയം എന്ന് പറയുന്നത് എ സ്കേഡി കാറ്റാണ്. സ്കേഡി ആണ്, SSCAREDY, എ സ്കേഡി കാറ്റ്. ഇത് ഇൻഫോർമലി യൂസ് ചെയ്യുന്ന ഒരു ഇഡിയമാണ്. യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ പേഴ്സൺ ഹു ഇസ് ടിമിഡ് ഓർ അഫ്രൈഡ് ഓഫ് മെനി തിങ്സ്. പല കാര്യത്തിൽ ഇങ്ങനെ പേടിച്ചേറണ്ടിരിക്കുന്ന ആൾക്കാരില്ലേ, അവരെയാണ് നമ്മൾ എ സ്കേഡി കാറ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മേ ബി യു ക്യാൻ കോൾ ഹിം ഓർ ഹർ എ സ്കേഡി കാറ്റ്. എന്ത് പറഞ്ഞാലും പെട്ടെന്ന് പേടിച്ച്, അയ്യോ ഞാൻ അങ്ങനെ ചെയ്യണോ, അയ്യോ ഞാൻ അതെന്താവും, ആരെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും ചിന്തിക്കും, ഭയങ്കര എന്ത് എടുത്താലും ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ എ സ്കേഡി കാറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇഡിയം എ റെയർ ബേർഡ്. കണ്ടോ, റെയർ ബേർഡാണ്. ലൈക്ക് വെരി റെയർ ടു ഫൈൻഡ് ദാറ്റ് ബേർഡ്. റെയർ കൈൻഡ് ഓഫ് എ പേഴ്സൺ അല്ലെങ്കിൽ എ യുണീക്ക് പേഴ്സണാണ് നമ്മൾ എ റെയർ ബേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ചില റെയർ ബേർഡ്സിനെ നിങ്ങൾ ആലോചിച്ചാൽ മതി. ലൈക്ക് സംതിങ് ലൈക്ക് പാരക്കീറ്റ്സ് ഓർ സംതിങ് നമുക്ക് പലപ്പോഴും ഒക്കെ കാണാൻ കിട്ടുന്ന ടൈപ്പ് ഓഫ് ബേർഡ്സ് നിങ്ങൾക്ക് ആലോചിക്കാം. സുസ്മിത സെൻ ഈസ് എ റെയർ ബേർഡ് അല്ലേ? സുസ്മിത സെൻ ആണെങ്കിലും കൈൻഡ് ഓഫ് എ റെയർ ബേർഡാണ്. സുസ്മിത സെൻ, പ്രിയങ്ക ചോപ്ര, ഐശ്വര്യ റായ്, ഓൾ ദീസ് വിമൻ ഔട്ട് ദെയർ, സത്യം പറഞ്ഞാൽ ദേ ഓൾ ആർ റെയർ ബേർഡ്സ് ആക്ച്വലി. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നിങ്ങൾക്ക് ഇനി ഈ ലേം ഡക്കും ഈ ഇഡിയംസ് വെച്ചിട്ട് നിങ്ങൾക്ക് പുതിയ സെൻറ്റൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ യു ക്യാൻ കമൻറ്റ് ബിലോ. പ്ലസ് ഒരു കാര്യം ഓർക്കണം, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഓൾവേസ് നമ്മൾ കോൺവെർസേഷനിൽ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. റിട്ടേൺ ഫോമാറ്റിൽ നമ്മൾ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഒരിക്കലും യൂസ് ചെയ്യത്തില്ല. നമ്മൾ എഴുതാൻ നേരത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സോ അങ്ങനെ എന്തെങ്കിലും എഴുതി കൊടുക്കുമ്പോൾ നെവർ എവർ യൂസ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ റിട്ടേൺ മെറ്റീരിയലിനെ എംബലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് യൂസ് ചെയ്യരുത്. ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആർ ഓൺലി യൂസ്ഡ് വൈൽ കോൺവെർസേഷന് മാത്രമാണ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് യൂസ് ചെയ്യുന്നത്, സോ ദാറ്റ് യു ക്യാൻ സ്പീക്ക് ലൈക്ക് എ പ്രോ. So that's all for today. Bye.